അർജൻറ്റീന തോൽക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഫൈനലിന് അർജൻറ്റീനന് റെഡ് കാർഡ് കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് ലോകത്തിന് ഒരു ആശ്വാസമായി മാറുന്നത്? ഇത് വെറും സിമ്പിളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നോർമലി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമോ അല്ല. ബിക്കോസ് ഇത് ഈ ഡിസംബറിൽ 2022 ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജൻറ്റീന വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊന്ന് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവരുടെ ടീമിനെ പ്രതിഫലിച്ചതെന്ന് ആലോചിക്കുമ്പോഴാണ് ഹൗ ഡിഡ് ദിസ് ഹേറ്റ് അറൈസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് എങ്ങനെയാണ് ഒരു ദൈവപുത്രനുണ്ടായിട്ടും അല്ലെങ്കിൽ നോർമലി ഒരു ടീം ജയിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ടീമിനെ ഹേറ്റ് ചെയ്യാൻ പറ്റുക ഇഫ് എവറിത്തിങ് ഗോസ് ഗുഡ്? ആൻഡ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് പഴയ ഇറയല്ല, സോഷ്യൽ മീഡിയയുടെ ഇറയും കൂടിയാണ് എന്നുള്ള സത്യമാണ്. ബിക്കോസ് എല്ലാം ഇവിടെ പിൻ പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഒന്നും ഹൈഡാവില്ല എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, സോഷ്യൽ മീഡിയ അത്രയും പവർഫുള്ളാണ്. ആൻഡ് ഡു യു തിങ്ക് ഇഫ് അർജൻറ്റീന ഈസ് ദ മോസ്റ്റ് ഹേറ്റഡ് ടീം എവർ പ്ലേഡ് ഇൻ എ വേൾഡ് കപ്പ്? നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ, നമുക്ക് ഇതിലൊന്ന് പരിശോധിച്ച് നോക്കാം. 2022 ലുസൈൽ സ്റ്റേഡിയത്തിൽ ലോകമാകെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്നു. അങ്ങനെ അവർ ആ വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം എന്തോരം ട്വീറ്റ്സും എന്തോരം ആശംസകളുമാണ് അർജൻറ്റീന ടീമിനും മെസ്സിക്കും വന്നത്. ആ സ്റ്റേഡിയത്തിൽ അവസാനം ആ ഖത്തറിൻ്റെ ആ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ആ ട്രോഫി ഉയർത്തുമ്പോൾ എന്തോരം അർജൻറ്റീന ഫാൻസുകാരാണ് വികാരത്തിൽ അമർന്നത്. ഈവൻ നോർമൽ ജനറൽ ഫുട്ബോൾ ഫാൻസ് പോലും ആ മെസ്സി ലോകകപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ചാൻസും അതേപോലെ ട്വീറ്റ്സും പോസ്റ്റും വേൾഡ് കപ്പിന് മുന്നേ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് മെസ്സി അത് എടുക്കുമ്പോഴും എല്ലാവരും മെസ്സി ഫാൻസ്, എസ്പെഷ്യലി മെസ്സി ഫാൻസ് ആൻഡ് 80% ഓഫ് ദ ജനറൽ ഫുട്ബോൾ ഫാൻസ് വാണ്ടഡ് മെസ്സി ടു വിൻ എ വേൾഡ് കപ്പ് ബിക്കോസ് ഹീ സഫേർഡ് എ ലോട്ട്. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ മാറിയത്? എന്തുകൊണ്ടാണ് അർജൻറ്റീനയ്ക്ക് ഒരു റെഡ് കാർഡ് കിട്ടുമ്പോൾ അത് ലോകത്തിൻ്റെ റിലീഫായി മാറുന്നത്? ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അർജൻറ്റീന ഫാൻസ്, അതായത് യഥാർത്ഥ അർജൻറ്റീന ഫാൻസ് അല്ല കേട്ടോ, ടോക്സിക് ആയിട്ടുള്ള അർജൻറ്റീന ഫാൻസ് എന്നെ എന്തായാലും എതിർക്കുന്നു, എനിക്ക് 100% ഉറപ്പാണ്. അവരെക്കുറിച്ച് എനിക്കൊരു യാതൊരു പേടിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ അറിയുന്നവർക്ക്, ഫുട്ബോൾ മനസ്സിലാവുന്നവർക്ക്, അർജൻറ്റീന ഫാൻസിന് പോലും ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നിടത്തോളം, അവരുടെ അടുത്ത് ഞാൻ സംവാദം നടത്തിയിടത്തോളം ഐ അണ്ടർസ്റ്റാൻഡ് ദേ ആർ ഗെറ്റിംഗ് വാട്ട്സ് ദ പോയിൻറ്റ്. ബിക്കോസ് ഇവിടെ ആർക്കും അർജൻറ്റീനയോടോ അല്ലെങ്കിൽ മെസ്സിയോടോ അല്ലെങ്കിൽ അർജൻറ്റീനിയൻ പ്ലെയേഴ്സിനോടോ പേഴ്സണലി ഒരു പ്രശ്നമില്ല. എന്താണ് പേഴ്സണലി പ്രശ്നം വരാൻ കാരണം? ഞാൻ എവിടെ കിടക്കുന്നത്, നീ എവിടെ കിടക്കുന്നത്, അർജൻറ്റീന എവിടെ കിടക്കുന്നത്, വേൾഡ് കപ്പ് എവിടെ കിടക്കുന്നത്, ഇതെല്ലാം ഓരോ സ്ഥലത്താണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് യുണൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുട്ബോൾ. ആ ഫുട്ബോൾ വെച്ചിട്ട് ഇത്രയും ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നോർമൽ ജനറൽ മീഡിയയിലായിക്കോട്ടെ, നാഷണൽ മീഡിയാസിലായിക്കോട്ടെ, എങ്ങനെയാണ് ഇത്ര അധികം ഹേറ്റ് അർജൻറ്റീനയ്ക്ക് വരുന്നത്? ഒരു നോർമൽ ടോക്സിക് അർജൻറ്റീന ഫാൻ പറയാൻ പോകുന്ന കാരണം എന്താണെന്ന് എനിക്കറിയാം. കാരണം ബിക്കോസ് ഞങ്ങൾ ഒരുപാട് ജയിച്ചു, ഞങ്ങൾ ഒരു ടീം വിചാരിക്കണേക്കാളും കൂടുതൽ ജയിച്ചുകൊണ്ടേയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ജലസായി. ആ ജലസാണ് ഈ ഹേറ്റിന് കാരണം നിങ്ങൾക്ക് പറയാം. എന്നാൽ യഥാർത്ഥ ഫുട്ബോൾ ഫാൻസിനോടാണ് ചോദ്യം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വെറും ജലസിൻ്റെ അണ്ടറിൽ വീണ ഒരു ടൈറ്റിലാണെന്ന്, ദ മോസ്റ്റ് ഹേറ്റഡ് ടീം ഇൻ ദ വേൾഡ്? ടോണി ക്രൂസ് കമൻ്റ് ചെയ്യാണ്, ട്വീറ്റ് ചെയ്യാണ് ഫുട്ബോൾ വോണെന്ന്. ഈജിപ്ഷ്യൻ കോച്ച് ഇനി വേൾഡ് കപ്പ് കാണില്ല എന്ന് പറയാണ്. കാബോ വെർദയ്ക്ക് അർജൻറ്റീനയുടെ കൂടെ തോറ്റപ്പോൾ ബിയറിൻ്റെ ബോട്ടിലാണ് അവരുടെ തലയ്ക്ക് നേരെ വരുന്നത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഐഷോ സ്പീഡ് എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്ററിനെ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ പെർഫോം ചെയ്ത് ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ പ്രൗഡ് മൊമെൻറ്റ്, അയാളെ പോലും വല്ല സൂവിൽ പോയിരിക്കും വല്ല കൊരങ്ങനായിട്ടെന്ന് പറയുന്ന അർജൻറ്റീന ഫാൻസ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡു യു സ്റ്റിൽ തിങ്ക് ദാറ്റ് ദിസ് ഈസ് എ ജലസ് കോസ്ഡ് ബൈ ദ വിക്ടറീസ് വിച്ച് അർജൻറ്റീന ഹാഡ് ഇൻ ദ പാസ്റ്റ് 4 years? ഒരിക്കലും അല്ല. ഇത് ഒരു സംഭവം കൊണ്ട് മാത്രം ഉണ്ടായതല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഡിസംബറിലെ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഡിസംബർ മാസത്തിൽ നെതർലൻഡ്സിനായിട്ട് അർജൻറ്റീന കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഒട്ടമൻഡിയുടെ ഡീപോളിൻ്റെയൊക്കെ നെതർലാൻഡിനായിട്ടുള്ള അടി നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ലൂയി വാൻഗാലിനോട് പോയി പണി നോക്കടാന്ന് പറയുന്ന സെയിം ടെക്സ്റ്റ് അല്ല, ഈ ഒരു വ്യാജന ഗോ സംവെയർ എൽസ് അല്ലെങ്കിൽ ഗോ ഫർദർ എന്ന് മെസ്സി കാണിച്ചിട്ട്
എക്സ്പ്രഷൻ ഇടുമ്പോൾ അന്ന് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തു. ബട്ട് നമുക്കത് അറിയണ്ടായിരുന്നില്ല ഇതാണ് ഇവരുടെ ഇൻറ്റൻഷൻ്റെ തുടക്കം എന്ന്. ഞാൻ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയാൻ പോകുന്നത് ഈ അരഗൻസ് ആണ്. ദ അരഗൻസ് ടുവേർഡ്സ് ദ റൈവൽസ്, അരഗൻസ് ടുവേർഡ്സ് ദ ഒപ്പോസിഷൻ, അരഗൻസ് ടുവേർഡ്സ് ഹൂവർ ദേ ആർ ഫേസിങ് അഗെയിൻസ്റ്റ്, സ്പോർട്സ്മാൻഷിപ്പ് ഇല്ലായ്മ. ഇത് തന്നെയല്ലേ ഫസ്റ്റത്തെ കാരണം. ഏറ്റവും കൂടുതൽ ഹേറ്റ് ഉണ്ടാക്കുന്നത് അർജൻറ്റീനയിൽ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ഫാൻസാണ്. ഈ അർജൻറ്റീന പ്ലേയേഴ്സ് ഇങ്ങനെ തല്ലുകൂടുമ്പോൾ നമുക്കറിയാം എന്തോരം ഡീപ്പ് ആൻഡ് എൻറൂട്ടഡ് ആണ് ഇവരുടെ വെറി, അല്ലെങ്കിൽ ഹൗ ദേ ആർ ലൈക്ക് പോർട്രേയിങ് ദെംസെൽഫ് ആസ് നമ്പർ 1. ദിസ് ഈസ് ഫുട്ബോൾ. 48 ടീം കളിച്ച ഒരു വേൾഡ് കപ്പാണിത്. അതിൽ ഒരു ടീമിൻ്റെ ഒരു ഡോമിനൻസും ഇല്ല ഇവിടെ. ശരിയാണ്, മെസ്സി അതുല്യനാണ്, അല്ലെങ്കിൽ അത്ഭുത പ്രതിഭയാണ്, ദൈവപുത്രനാണ്, എല്ലാം ആണ്. പക്ഷേ അതിന് പുറമെ മറ്റ് പ്ലേയേഴ്സും അല്ലെങ്കിൽ മറ്റ് ടീമും ഫുട്ബോൾ കളിക്കാൻ വന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണെങ്കിലോ സ്പാനിഷ് ലീഗ് ആണെങ്കിലോ ഐ അണ്ടർസ്റ്റാൻഡ്, ഇത് അവരുടെ റൈവൽറിയാണ്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വരുമ്പോൾ ഇത്രയും അധികം സമ്മർദ്ദം ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കുന്ന ഒരു ഫാൻസ് വേറെ ഇല്ല. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് അതിരി വിടുമ്പോൾ ഉറപ്പായിട്ടും അത് തെറ്റാണെന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദ പെനാൽറ്റി പ്രോബ്ലം ഓഫ് അർജൻറ്റീനയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 5 പെനാൽറ്റിയാണ് അർജൻറ്റീനയ്ക്ക് കിട്ടിയത്, വിച്ച് മീൻസ് ദാറ്റ് വാസ് ആൻ ഹയസ്റ്റ് പെനാൽറ്റി റിസീവ്ഡ് ഫോർ എ ടീം ഇൻ എ വേൾഡ് കപ്പ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഫെയർ പോയിൻ്റ് ആണ് അർജൻറ്റീന കാരണം ഫെയർ പോയിൻ്റ് എന്ന് പറയാൻ കാരണം അർജൻറ്റീന പ്ലേസ് എ ഹൈ പ്രസ്സിങ് ഗെയിം. സോ അവർക്ക് ഈസിലി ഫൗൾ കൺസീഡ് ചെയ്യാം. സോ പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യം എന്തായാലും ഉണ്ടാവും. പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യം എന്തായാലും ഉണ്ടാവും. സോ 5 പെനാൽറ്റി ഇസ് ഫെയർ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് വേൾഡ് കപ്പ്? ഗ്രൂപ്പ് സ്റ്റേജും നോക്കൗട്ടും എല്ലാം കഴിഞ്ഞ് സെമി എത്തുന്നതിനേക്കാളും മുന്നേ മൂന്ന് പെനാൽറ്റീസ് അർജൻറ്റീനയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേ ഗോട്ട് ഇൻ ടോട്ടൽ 8 പെനാൽറ്റീസ് ഇൻ 2 വേൾഡ് കപ്സ്. രണ്ടാം സ്ഥാനത്തുള്ള ടീം, അതായത് ഇംഗ്ലണ്ടിന് സെക്കൻഡ് മോസ്റ്റ് പെനാൽറ്റി കിട്ടിയത് 4 ആൻഡ് അർജൻറ്റീനയ്ക്ക് 8. ഇതെന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്ലേയിങ് സ്റ്റൈൽ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ത്രെറ്റ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ അറ്റാക്ക്, ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ഗെറ്റിംഗ് പെനാൽറ്റീസ്, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് കണ്ടിന്യൂസ്ലി ഫൗൾഡ് ഇൻ ദ ബോക്സ്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇത് വേൾഡ് കപ്പാണ്. സോഫ്റ്റ് ഫൗളിനോ അല്ലെങ്കിൽ സോഫ്റ്റ് ഹാൻഡ് ബോളിനൊന്നും ഇവിടെ ആരും പെനാൽറ്റി കൊടുക്കില്ല. ആൻഡ് ദിസ് വൺ, ഇതാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ വ്യൂവിൽ വന്നത്. 8 പെനാൽറ്റീസ് ഒരു ടീമിന് കിട്ടുക. ഹൗ? ഈജിപ്തിനായിട്ടുള്ള കളി, ആ പെനാൽറ്റി കിട്ടിയതോട് കൂടിയിട്ട് ഒരു കോച്ച് ആ മീഡിയനെ വിളിച്ചിട്ട് കളി കഴിഞ്ഞിട്ട് മീഡിയയോട് വന്നിട്ട് പറയാണ് ഞങ്ങൾ തോറ്റതല്ല, ഞങ്ങളെ ചതിച്ചതാണെന്ന്. ഐ അണ്ടർസ്റ്റാൻഡ്, മാനേജേഴ്സിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷേ ഇന്നേ വരെ ഇത്രയും നാളുള്ള വേൾഡ് കപ്പിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടേ ഇല്ല. വൈ? സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് മാത്രമാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും പൊട്ടന്മാരല്ലേ? എന്തോരം ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്, എന്തോരം AI വീഡിയോസ് വരുന്നുണ്ട്, നമ്മൾ ഈസിലി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അത് AI ആണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് വരുമ്പോൾ പ്രബുദ്ധരായ ജനങ്ങൾ ഓൾറെഡി വീക്ഷിക്കുന്നുണ്ട്, ഇത് ശരിയാണോ, ഇവർ പറയുന്നത് തെറ്റാണോ, ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, കാമ്പുണ്ടോ എന്നൊക്കെ. സോ പെനാൽറ്റീസ് ഇത്രയും അവാർഡ് ചെയ്തിട്ട് ഒരു ഈസി റണ്ണ് അർജൻറ്റീനയ്ക്ക് കൊടുക്കാൻ കാരണം ഈ റഫറിങ് തന്നെയാണ്. ഞാൻ ഫിഫ റിഗ്ഡാന്നോ അർജൻറ്റീന പൈസ കൊടുത്തിട്ടുണ്ടെന്നോ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് റഫറീസ് were liberal to them, maybe because of their personal opinion ആയിരിക്കാം അർജൻറ്റീനയ്ക്ക് കൊടുത്തത്, അല്ലെങ്കിൽ മെസ്സി ഉള്ളതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് റഫറീസ് were giving except the referee from the final. ഇത്രയധികം കാർഡ് അർജൻറ്റീനയ്ക്ക് കിട്ടിയ കളി ഫൈനലിൽ അല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. സോ പെനാൽറ്റി ആയിരുന്നു ഫസ്റ്റത്തെ പോയിൻറ്റ്. ഫസ്റ്റ് പോയിൻറ്റ് നെതർലൻഡ്സിനായിട്ടുള്ള ആ വെറി പിടിച്ച സെലിബ്രേഷൻ, സെക്കൻഡ് പെനാൽറ്റി, ആൻഡ് തേർഡ് എമിലിയാനോ ഡിബു മാർട്ടിനസ് ആ 2022 ഫൈനലിൽ കാണിച്ച ആ സെലിബ്രേഷൻ. ഗോൾഡൻ ഗ്ലൗ കിട്ടിയിട്ട് ഫ്രാൻസിനായിട്ട് ആ കളി ജയിച്ചിട്ട് ക്രോച്ചിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫ്രാൻസിനെ അഗെയിൻസ്റ്റ് ആ ട്രോഫി അവിടെ വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് മാൻ, ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ അറ്റ് ദ എക്സ്ട്രീം ലെവൽ ഓഫ് യുവർ ഹാപ്പിനെസ്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു റെസ്പെക്ട് ദ ഓപ്പോസിറ്റ് കളിക്കുന്നവരെ റെസ്പെക്റ്റ് ചെയ്യണം മോനെ. അല്ലാതെ എങ്ങനെയാണ് ഫുട്ബോള്? ഇതാണോ ഫുട്ബോള്? ചിലപ്പോൾ അർജൻറ്റീനയിൽ നിങ്ങൾ പഠിച്ച ഫുട്ബോൾ ഇതായിരിക്കാം, പക്ഷേ ഇതല്ല ഫുട്ബോള്. എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഫുട്ബോളാണ് നമ്മൾ എല്ലാ വേൾഡ് കപ്പിലും കണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജപ്പാൻ,
സ്റ്റേഡിയം മൊത്തം ക്ലീൻ ചെയ്തിട്ട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ജപ്പാൻ ഒരു സ്ഥലത്ത് എടുക്കുന്നു. എന്തു വന്നാലും തെറി പറയുന്ന റേസിസ്റ്റ് ഇത് കാണിക്കുന്ന എക്സ്ട്രീം. ഐ അണ്ടർസ്റ്റാൻഡ്. ഇത്രയും നാൾ അർജൻറ്റീന അണ്ടർ ഡോഗ്സ് തന്നെ ആയിരുന്നു ഖത്തർ വേൾഡ് കപ്പിൽ. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ആ കപ്പ് എടുത്തതിന് ശേഷം അതിരി വിട്ടിട്ട് നിങ്ങളുടെ ആഘോഷങ്ങൾ ജനറൽ ഫാൻസിനെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രാൻസ് അന്ന് 5-0 തോറ്റത്, പെനാൽറ്റിയിലാണ് തോറ്റത്. ആ പെനാൽറ്റിയിൽ തോറ്റതും അർജൻറ്റീനയായിട്ട് നല്ല ടഫ് കൊടുത്തിട്ട് തന്നെയാണ് തോറ്റത്. ആൻഡ് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒപ്പോണൻസിന് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ മൂന്നാമത്തെ പോയിൻ്റ്. വൈ ദിസ് ബിക്കെയിം ദ മോസ്റ്റ് ഹേറ്റഡ് നേഷൻ ഓഫ് ഫിഫ വേൾഡ് കപ്പ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ്, കോപ്പ അമേരിക്ക കഴിഞ്ഞിട്ട് ബസ്സിൽ ചാൻഡ് ചെയ്തത്. നമ്മുടെ ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ് ഫ്രാൻസിനെതിരെ ആൾ പാടുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് വന്നു, ഞങ്ങൾ ഇവിടെ വന്നു, പക്ഷേ ഞങ്ങൾ ഫ്രഞ്ചുകാരാണെന്ന്. ഇതല്ല കേട്ടോ ശരിക്കുള്ളത്. കറക്റ്റ് മീ. എന്തായാലും ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ല. എന്തായാലും കമൻറ്റിൽ ആ ട്രാൻസ്ലേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി ഇതായിരുന്നു. അവർ ഇവിടെ നിന്ന് വന്നു, അപ്പുറത്ത് നിന്ന് വന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് വന്നു, പക്ഷേ അവർ ഫ്രാൻസാണ്. പാസ്പോർട്ടിൽ അവർ ഫ്രഞ്ചുകാരാണ്. മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാണ്? ഇത് ഡീപ്ലി എൻറൂട്ടഡ് ആണ് നിങ്ങളുടെ കൾച്ചറിൽ. അർജൻറ്റീനിയൻ കൾച്ചറിൽ ഇത് എൻറൂട്ടഡ് ആണ്. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇത് ഫുട്ബോളിലേക്ക് വരുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. എല്ലാ രാജ്യത്തിലും വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. ഈവൻ അമേരിക്കയിൽ പൊളിറ്റിക്സ് ഉണ്ട്, ഈവൻ അർജൻറ്റീനയിൽ പൊളിറ്റിക്സ് ഉണ്ട്, ഈവൻ സ്പെയിനിൽ പൊളിറ്റിക്സ് ഉണ്ട്, ഇന്ത്യയിൽ പൊളിറ്റിക്സ് ഉണ്ട്, പോളണ്ടിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഇതൊന്നും ഒളിമ്പിക്സിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇതൊക്കെ പറ്റില്ല. വേൾഡ് കപ്പിലും ഇങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. ഒരു ഫുട്ബോളിൽ ഇന്നേ വരെ ഇത്രയും അലമ്പായിട്ട് അതിരി വിട്ടിട്ട് ആഘോഷങ്ങൾ നടന്നിട്ടേ ഇല്ല. ആൻഡ് അത് നടക്കുമ്പോൾ എൻസോ ഫെർണാണ്ടസിനെതിരെ ചെൽസി ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുകയും എൻസോ ഫെർണാണ്ടസ് അത് സമ്മതിച്ചുകൊണ്ട് ആ ടീമിൽ തന്നെ ചെൽസിയിലെ വെസ്ലി ഫൊഫാനയും അതേപോലെ ഇഷ്ടംപോലെ ആഫ്രിക്കൻ എൻറൂട്ടഡ് ആയിട്ടുള്ള ഫ്രഞ്ച് പ്ലേയേഴ്സിനോട് മാപ്പ് പറഞ്ഞിട്ടുമാണ് ആ കേസ് റിസോൾവ് ആയത്. ഈ പ്രകടനങ്ങൾ കോപ്പ അമേരിക്ക ജയിക്കുമ്പോഴും വേൾഡ് കപ്പ് ജയിക്കുമ്പോഴും അതേപോലെ പെനാൽറ്റീസസ് അവാർഡഡ് ആകുമ്പോഴും അതേപോലെ ഫൗള് മറ്റു ടീം ചെയ്യുമ്പോൾ അതൊരു ഹാർഡ് ഫൗളും അർജൻറ്റീന ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ഫൗളും ആയിട്ട് മാറി കൺവേർട്ടായിട്ട് കാർഡ് കൊടുക്കാതെ ഇരിക്കുമ്പോഴും വേൾഡ് ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് മക്കളെ. അതുകൊണ്ടാണ് ഇത്രയും ഹെയ്റ്റ്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുകൊണ്ടാണ് അർജൻറ്റീനയ്ക്ക് ഇത്രയും ഹേറ്റ് വരുന്നത്. ആൻഡ് ചെറി ഓൺ ദ ടോപ്പ് ഫൈനലിൽ പാരഡൈസ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ബ്രോ പാരഡൈസിനോട് മെസ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പാരഡൈസ് ചൂടായത്. സോ ഈ പാരഡൈസ്, ഈ റൊമേറോ, ഈ റോഡ്രിഗോ ഡീപോൾ ഇവരൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലേ? ഈ ഒട്ടമെൻഡി, ഈ മെസ്സി നെതർലാൻഡ്സിനോട് ചെയ്തെന്താണ്? അന്നൊക്കെ നെതർലാൻഡ്സ് പിടിച്ച് ഇടിക്കുകയാണോ ചെയ്തത്? ആൻഡ് സി ഗവി എന്തോരം എക്സ്പീരിയൻസ് ഉണ്ട് പാരഡൈസിനേക്കാളും. അത് നീ പോയി ഇടിക്കുകയാണോ ചെയ്യുന്നത്? ഐ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഇമോഷൻ്റെ പീക്ക് സ്റ്റേജിലാണ്. നിങ്ങൾ മറ്റൊരു ടീമിന് കൊടുക്കാത്ത റെസ്പെക്റ്റ് അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ അടിയുണ്ടാക്കുന്നത് എന്ത് ന്യായമാണ്? ഞാൻ ജനറൽ അർജൻറ്റീന ഫാൻസിനോട് അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത ടോക്സിക് അർജൻറ്റീന ഫാൻസിനോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് റിയൽ ആയിട്ടുള്ള അർജൻറ്റീന ഫാൻസിനോട് ഒരു ഹേറ്റും ഇല്ല. ഞാൻ എന്നും അവരോട് ഒരു ഹെൽത്തി കോൺവെർസേഷനിൽ നമ്മൾ സംസാരിക്കാറുള്ളതാണ്. ആൻഡ് ദേ അഗ്രി ദാറ്റ്, എവ്രി വൺ അഗ്രീസ് ദാറ്റ് ഇങ്ങനെ ഒരു സംഭവം ശരിയല്ല, എസ്പെഷ്യലി പാരഡൈസിൻ്റെ സംഭവം. ഇതെന്താണ് ഗുണ്ടാ വിളയാട്ടോ? സോക്കർ സ്റ്റുഡിയോ, സെവൻ സ്റ്റുഡിയോ, നമ്മുടെ നാട്ടിലെ സെവൻസ് പരിപാടിയോ? ഇതെല്ലാം കൂടിയാണ് നിങ്ങൾക്ക് ഇത്രയും ഹേറ്റ് ഉണ്ടായത്. ആൻഡ് ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പറ്റം ഫാൻസുകാർ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് കപ്പെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പിന്നെ കുറച്ച് പേര് വന്ന് പറയുന്നത് ഇതെന്തായാലും എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നീയൊക്കെ എത്ര ജേഴ്സി മാറിയിട്ടടാ, ജെട്ടി മാറുന്ന പോലെ അല്ലടാ നീ ജേഴ്സി ഇട്ടത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം പുറത്തായി, അപ്പോൾ നമുക്ക് പിന്നെ വേൾഡ് കപ്പ് കാണണ്ടേ? ഞാൻ ബ്രസീൽ ഫാനാണ്, ബ്രസീൽ തോറ്റു. എനിക്കപ്പോൾ എൻ്റെ ടീം ബ്രസീൽ പുറത്തായെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ?
അങ്ങനെ പാടില്ലേ? അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ അർജൻറ്റീന പുറത്തായി അല്ലെങ്കിൽ പോർച്ചുഗൽ പുറത്തായി, അപ്പോൾ നമുക്ക് വേറൊരു ടീമിനെ സപ്പോർട്ട് ചെയ്തൂടെ? അതോ ഇനി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നെങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിഫയ്ക്ക് വൻ നഷ്ടമാവുമല്ലോ. ബ്രസീലും പോർച്ചുഗലും അതേപോലെ പോർച്ചുഗലാണ് ഹയസ്റ്റ് ടിക്കറ്റ് സെയിൽസ് ഈ വേൾഡ് കപ്പിൽ. ബ്രസീലാണ് ട്രഡീഷണൽ പവർ ഹൗസ്. ഇത്രയും വേൾഡ് കപ്പ് എടുത്ത പാരമ്പര്യമുള്ള ബ്രസീൽ അത്രയധികം ഫാൻസ് വേൾഡിലുണ്ട്. ബ്രസീലിൻ്റെ കളി കാണുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ കളി കാണുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അർജൻറ്റീനയുടെ കളി കാണുമ്പോൾ നമുക്കറിയാം, മൊത്തം ഗ്രൗണ്ടും ആ ജേഴ്സിയുടെ കളറാണ്. ആൻഡ് ദെൻ ഒരു പറ്റ ആൾക്കാർ എന്ന് പറയുകയാണ്, നീയൊക്കെ 50 ജേഴ്സി ഇട്ടില്ലടാ, 60 ജേഴ്സി ഇട്ടില്ല, 48 ടീമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്യാബ് വെറുതെ കളിക്കുകയാണ്. ക്യാബ് വെറുതെ ഒരു അണ്ടർഡോഗ്സാണ്. ആ അണ്ടർഡോഗ്സ് നാളെ ഒരു ഗംഭീര ടീമിനായിട്ട് കളിക്കുമ്പോൾ നോർമലായിട്ട് ഒരു സൈക്കോളജിക്കൽ മൈൻഡാണ് നമ്മൾ ക്യാബ് വെറുതെ സപ്പോർട്ട് ചെയ്യാം. ദേ ഹാവ് ടു കം അപ്പ്. അവർ ഒരുപാട് ശക്തി വന്ന് കളിക്കേണ്ട ടീമാണ്, അവരുടെ ഫസ്റ്റത്തെ വേൾഡ് കപ്പാണ്. അപ്പോൾ അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു മെൻ്റലി കണക്റ്റ് ആവും ചില ടീമിനോട്. ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് പറയും, നിങ്ങൾക്ക് എന്തോരം ടീം ഉണ്ടാ, നിങ്ങളുടെ ടീം എവിടെ എത്തി? ആൻഡ് ഇതാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ വിചാരിച്ചത്. ദർ ഈസ് നോ റൂൾ ഇൻ എനി ബുക്സ് ഓഫ് ഫുട്ബോൾ ദാറ്റ് യു കനോട്ട് സപ്പോർട്ട് എ ടീം വെൻ യുവർ ഓൺ ടീം ഗോസ് ഔട്ട്. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാർസലോണ ഫാൻസ് ഇപ്പോൾ സ്പെയിനും പോർച്ചുഗലും വന്നാൽ നിങ്ങൾ വെറുതെ ഐഡലായിട്ടിരുന്ന് കളി കാണോ, അതോ നിങ്ങൾ സ്പെയിനെ സപ്പോർട്ട് ചെയ്യും? ഓഫ്കോഴ്സ് സ്പെയിനെ സപ്പോർട്ട് ചെയ്യും. ബ്രസീൽ തോറ്റു, ഇംഗ്ലണ്ടും അർജൻറ്റീനയും ഫൈനൽ വരികയാണ്. ഞാൻ ചെൽസി ഫാനാണ്, ഇംഗ്ലീഷ് ഫുട്ബോൾ ഫാനാണ്, പ്രീമിയർ ലീഗ് ഫാനാണ്. ഓഫ്കോഴ്സ് ഞാൻ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യും. അത് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. യു ക്യാൻ സപ്പോർട്ട് വാട്ട് എവർ ടീം യു വാണ്ട്. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുട്ബോൾ ടീമിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ടതൊന്നും ആർക്കും ഇവിടെ പറയാൻ പറ്റില്ല. ആൻഡ് ഇതായിരുന്നു എൻ്റെ ടേക്ക് അബൌട്ട് അർജൻറ്റീനാസ് ഹെയ്റ്റ്. അർജൻറ്റീന കളിയൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇതുവരെ റിഗ്ഡാന്നും പറഞ്ഞിട്ടില്ല, അർജൻറ്റീന പൈസ കൊടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ദിസ് വീഡിയോ ഈസ് ഓൺലി അബൌട്ട് വൈ അർജൻറ്റീന അക്യുമുലേറ്റഡ് എ ലോട്ട് ഓഫ് ഹെയ്റ്റ്. സോ അത് പറയണം തോന്നി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഇനിയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഒരു അവസാന ശ്രമമായിട്ട് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ് ലെറ്റ്സ് സീ ഇഫ് ദേ കൻ അണ്ടർസ്റ്റാൻഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാക്കല.